3 തരം രക്ഷിതാക്കളാണുള്ളത്. എന്ത്? എല്ലാ സൗകര്യവും ചെയ്തു കൊടുക്കുന്ന രക്ഷിതാക്കൾ. ഇവർ അതിന് പറഞ്ഞ ഡയലോഗുണ്ട്. എനിക്ക് ഏതായാലും എൻ്റെ കുട്ടിക്കാലത്ത് പറഞ്ഞോളേ, അതന്നെ, എൻ്റെ കുട്ടിക്കാലത്ത് എൻ്റെ ഉപ്പാക്കൊന്നും ചെയ്തു തരാൻ പറ്റിയിട്ടില്ല, എൻ്റെ കുട്ടികൾക്കെങ്കിലും ഇല്ലാതൊക്കെയല്ലോ. എന്താണെന്നറിയോ, ഞാൻ നേരത്തെ പറഞ്ഞു, നിങ്ങൾ ചെയ്തു കൊടുത്തു എന്നതിൽ തെറ്റായിരിക്കും ചെയ്തിട്ടുണ്ടാകുക. തിരിഞ്ഞു നോക്കുമ്പോൾ എല്ലാം ചെയ്തു കൊടുക്കല്ല വേണ്ടത്. രണ്ടാമത്തെ രക്ഷിതാക്കളുണ്ടേത് ഭയങ്കര കർശനമായിട്ട് പെരുമാറുന്ന രക്ഷിതാക്കൾ. നമ്മളിത് രണ്ടിലും പെടില്ലല്ലോ. പെടുവോ? ഇതിലേതാ പെടുക? ഞാൻ ഒരു അത്യാവശ്യം കർശനായി പെരുമാറുന്ന രക്ഷിതാവാന്ന അഭിപ്രായമുണ്ടോ? ഈ പറഞ്ഞ രണ്ടിലും ഞാൻ പെടൂല എന്ന അഭിപ്രായം കൈവയ്ക്കുന്ന എയിനും പൊക്കണ്ടത് എയിലാ കുടുങ്ങുകയെന്ന് അറിയില്ലല്ലോ അല്ലേ. ഉണ്ടാകുന്ന പിന്നെ പ്രശ്നമൊന്നുമില്ലല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഞാൻ പറയും നമ്മളൊക്കെ അധികവും കർശനമായി പെരുമാറുന്ന രക്ഷിതാക്കളാണ്. കർശനമായി പെരുമാറുന്ന രക്ഷിതാക്കളാണ് അല്ലേ? നിങ്ങൾ അബദ്ധങ്ങളുടെ പേരിൽ കുട്ടികളെ ശിക്ഷിക്കാറില്ലേ നിങ്ങൾ? ഇല്ലേ? നമ്മൾ പ്രധാനമായി കൊടുത്തു വെച്ചൊരു ഗ്ലാസ്സോ സാധനം അല്ലെങ്കിൽ നമ്മുടെ പ്രധാനപ്പെട്ട ഒരു വസ്തു എന്തോന്നുണ്ട്, കുട്ടി അത് എടുത്തു നോക്കിയാണ്ട് സ്വാഭാവികമായിട്ട് ഓൻ്റെ ജിജ്ഞാസയാണ്. അതൊന്ന് എടുത്തു നോക്കിയല്ലേ, ഒന്ന് അങ്ങോട്ടാക്കി ഇങ്ങോട്ടാക്കി എന്ത് ചെയ്ത് അത് എടുത്തു നോക്കി താഴെ ചാടി പൊട്ടി. അബദ്ധമാണല്ലോ അത്. അപ്പം ഞാൻ പറഞ്ഞു വന്ന വിഷയം എന്താണ്? 3 തരം രക്ഷിതാക്കളുള്ളത്. കർശനമായി പെരുമാറുന്ന രക്ഷിതാക്കൾ, പിന്നെ സർവ്വ സ്വാതന്ത്ര്യം കൊടുക്കുന്ന രക്ഷിതാക്കൾ. ഇതിൽ രണ്ടിലുമാണ് നമ്മൾ ഏകദേശം വരിക. ഇത് രണ്ടുകൊണ്ടും കുട്ടികളെ ശരിയാക്കാൻ പറ്റില്ല. മൂന്നാമത്തേതാണ് എന്ത്? കാർക്കശ്യത്തോടു കൂടിയുള്ള സ്നേഹം എന്ന് പറയുന്നത്. ഇതാണ് പ്രകടിപ്പിക്കേണ്ടത്. കാർക്കശ്യത്തോടു കൂടിയുള്ള സ്നേഹമാണ് കുട്ടികളോട് ഉണ്ടാവേണ്ടത്. അപ്പോൾ നിങ്ങൾ ആലോചിച്ചു, വീട്ടിലൊരു അബദ്ധങ്ങളുടെ പേരിൽ അല്ലെങ്കിൽ നമ്മുടെ കുട്ടികളാകുമ്പോൾ നമുക്കിതൊരു പ്രശ്നം എന്നറിയാം. ഞാനൊരു ഉദാഹരണം പറയാം. നിങ്ങളെ വീട്ടിൽ ആരപ്പോൾ നമ്മളെ നാത്തൂനില്ലേ, പെണ്ണുങ്ങൾ ഉദാഹരണം പറയണത് വീട്ടിലെത്തിയ ഈ ഉദാഹരണമെങ്കിലും ആലോചിച്ചിട്ട് ഓർമ്മ വരും. അതുകൊണ്ട് പറയാം. നാത്തൂന് വന്ന്, നാത്തൂൻ എന്താ മറ്റേ എപ്പോഴെങ്കിലും വരുന്നതാണ്. അപ്പം നമ്മൾ പറഞ്ഞ് നെയ്ച്ചോറും കോഴി ഉണ്ടാക്കുക. പെണ്ണുങ്ങൾ പറഞ്ഞു അല്ല അൻഷാ ബിരിയാണിനെ ആയിക്കോട്ടെ, എപ്പോഴേലും വരുന്നല്ലേ, കണ്ണും മോറും നന്നാക്കി പറഞ്ഞേക്കാന്ന് കരുതി ബിരിയാണിയൊക്കെ പാടെ ഉണ്ടാക്കിയാണ്ട് ഇങ്ങനെ ഉച്ചക്കിട്ടോ 2-2.5 മണിക്ക് ബിരിയാണിയൊക്കെ ഇങ്ങനെ വിളമ്പി ഇരുന്ന് ഇങ്ങനെ എല്ലാവരും കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നാത്തൂൻ്റെ കുട്ടിൻ്റെ കൈയൊട്ടൊരു ഗ്ലാസ്സാണ് ചാടി പൊട്ടി. നിങ്ങളെ വൈഫ് എന്താ പറയാ? സാരല്ല, ഒരു ഗ്ലാസ് അല്ലേ, ഒന്നും പറ്റിയിട്ടൊന്നുമില്ലല്ലോ അല്ലേ. അവിടെ വെള്ളം തുടക്കണ്, കുട്ടിനെ മാറ്റിയിരുത്തണ്, ചോറ് ഇങ്ങോട്ട് എടുക്കണ്. എന്തൊരു ഉഷാറാക്കാരെന്ന് നിങ്ങൾ കഴിഞ്ഞിട്ടില്ല കേട്ടോ. മിക്കവാറും അന്തിക്ക ബിരിയാണിനെയൊക്കെയാരല്ലോ, അങ്ങനെയല്ല നമ്മൾ ഉണ്ടാക്കുക. അപ്പോൾ അന്തിക്ക് വിരുന്നാരൊക്കെ പോയി നമ്മളും കുട്ടികളും മാത്രം ഇരുന്ന് ആ ബിരിയാണി ഇങ്ങനെ കഴിച്ചുകൊണ്ട് കേട്ടോ. ശ്രദ്ധിക്കണേ. അതേ പ്രായത്തിലൊരു കുട്ടീൻ്റെ കൈ തട്ടി, നമ്മുടെ കുട്ടീൻ്റെ കൈ തട്ടി ഗ്ലാസ്സാണ് ചാടിയാലോ എന്താ പറയുക? അണ്ണങ്ങൾ ചിരിച്ചിട്ടില്ലേ? സാരല്ല, ഒരു ഗ്ലാസ് അല്ലേ അതിലേ. അപ്പം പൊട്ടും ടയറിന് വെച്ചാക്ക. ഗ്ലാസിൻ്റെ ഒച്ചയല്ല, ഇവൻ്റെ പുറത്ത് പൊട്ടിയതാ. ഇവിടുത്തെ ഗ്ലാസ് മുഴുവൻ വെച്ചാൽ പൊട്ടിച്ചത്. അങ്ങോട്ടാണ് ഇങ്ങോട്ടാണ്, ഭയങ്കര പ്രശ്നം. കഴിഞ്ഞ ആഴ്ച ഉമ്മാനേക്ക് ഒന്ന് പൊട്ടിക്കണം, അതും എൻ്റെ വരടിക്ക. എന്നോട് എടുത്തപ്പോൾ തന്നെ പറയണേ ഞാൻ തൊടേണ്ടത്. നോക്കൂ, നമ്മുടെ മക്കളാകുമ്പോണ്ടാണ് മാറ്റാണിത്. നമ്മുടെ മക്കളാകുമ്പോഴാണ് സമയത്ത്. അപ്പം നമ്മുടെ മക്കളാണ് നമ്മുടെ ബന്ധങ്ങളിൽ കണ്ണിലെ കൃഷ്ണമണി പോലെ സൂക്ഷിക്കേണ്ടതാണ് നമ്മുടെ ഏറ്റവും അടുത്ത ബന്ധങ്ങളെ. അവിടെ വിള്ളൽ വരണം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. പുറത്തൊക്കെ നല്ല ഉഷാറാകാരം, എന്താ സംഘടനയിൽ, മറ്റ് ഇതിൽ കമ്പനിയിൽ, മറ്റൊരിടത്തും എല്ലായിടത്തും ഉഷാറ്. നമ്മുടെ വീട്ടിലോ നമ്മുടെ മക്കളോട് എപ്പോഴും ദേഷ്യപ്പെട്ടും ഏറ്റുമുട്ടിയും ഭാര്യയോട് ചീത്ത പറഞ്ഞും ഈ ഒരു സാഹചര്യം ഉണ്ടായാൽ ഉറപ്പിച്ച് പറയുന്നു, ഒരു രക്ഷിതാവിന് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല മാതൃക നമ്മൾ നന്നായി വളരുക എന്നുള്ളതാണ്. നന്നായി വളർത്തണമെങ്കിൽ നമ്മൾ നന്നായിട്ട് വളരണം. അതിന് നമ്മൾ വിവരവും ഇങ്ങനത്തെ ക്ലാസ്സുകൾ വിഷയങ്ങളൊക്കെ കേട്ട് പഠിച്ച് അറിഞ്ഞ് അങ്ങനെ പ്രയോഗിക്കാൻ വേണ്ടി ശ്രമിക്കണം. 4 രീതിയിലാണ് രക്ഷിതാക്കൾ കുട്ടികളോട് പെരുമാറുന്നത്. 4 രീതിയിലാണ് പെരുമാറുന്നത്. 3 തരം രക്ഷിതാക്കളെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. കർക്കശത്തോടു കൂടിയുള്ള പെരുമാറ്റം കുട്ടികളെ നന്നാക്കാൻ കഴിയില്ല. നിങ്ങൾക്കറിയായിരിക്കും, വടകര ഭാഗത്ത് ഉമ്മയും മക്കളും കൂട്ടിയിട്ട് 2 മക്കളും ഉമ്മയും കൂടിയിട്ട് അല്ലേ, ഒരു വ്യാപാരിയെ, വളരെ സമ്പന്നനാണ്, 3 കൂടെ കൂടി പ്ലാൻ ചെയ്ത് കൊന്നല്ലോ. ആ സംഭവത്തിൽ നേരിട്ട് അതിന് സാക്ഷിയായ ഒരാൾ ഞാൻ സംസാരിച്ച അവിടെ ക്ലാസ്സിന് പോയപ്പോൾ, അയാളെ കമ്പനിയിൽ ഗൾഫിൽ ജോലി ചെയ്യുക. ഒരു മകൻ വിസിറ്റിങ്ങിന് അങ്ങോട്ട് ഗൾഫിലേക്ക് വന്നു. ആ മകൻ അവിടെ വെച്ച് ആക്സിഡൻ്റ് ആയ സമയത്ത് ആ മകനെ കാണാൻ വേണ്ടി ഈ പറയുന്ന ഉപ്പാൻ്റെ മരിച്ച മക്കൾ കൂടി കൊന്ന വാപ്പാൻ്റെ കമ്പനിയിൽ ജോലി ചെയ്യുന്ന ഒരു തൊഴിലാളി പോയി. മുതലാളിൻ്റെ മോനല്ലേ,
അപ്പോൾ ഒന്ന് കണ്ട് എന്താണെന്നൊക്കെ നോക്കി ചെയ്തു കൊടുക്കാമെന്ന് കരുതി പോയതാണ്. ആ പോയതിൻ്റെ പേരിൽ ഇയാളെ കമ്പനിയിൽ നിന്ന് പുറത്താക്കി. മകൻ വന്നിട്ട് എന്തിനാ കാണാൻ പോയത്? ആ രക്ഷിതാവാണ് എന്ത് ചെയ്യണം, മക്കളാൽ കൊല്ലപ്പെടേണ്ടി വന്നത്. അപ്പോൾ നോക്കൂ, ഒരുപാട് മോഹവും സ്വപ്നമൊക്കെ ആയിട്ടാണ് മക്കളെ നമ്മൾ വളർത്താറുള്ളത്. എന്തൊക്കെ ആഗ്രഹങ്ങളും മോഹങ്ങളും സ്വപ്നങ്ങളും ഉണ്ടാവും. അപ്പോൾ ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ 4 രീതിയിലാണ് കുട്ടികളെ നമ്മൾ വളർത്തുക. ഒന്ന്, നമ്മൾ വളർന്നതുപോലെ വളർത്താൻ ശ്രമിക്കും. നമ്മൾ വളർന്നതുപോലെ വളർത്താൻ ശ്രമിച്ചാൽ അബദ്ധങ്ങളുണ്ട്. എന്താ അബദ്ധം? ചില നല്ല കാര്യങ്ങളുണ്ട്, എല്ലാം തള്ളേണ്ടതെന്ന് അഭിപ്രായമല്ല. ചിലതൊക്കെ നല്ല കാര്യമുണ്ട് അല്ലേ, വിഷാമാരബിനോട് ഓതിയിരിക്കുന്നത്, ഇങ്ങനെ തുടങ്ങി നല്ല നല്ല ശീലങ്ങളൊക്കെ നമ്മൾ കൊടുക്കാം. നമ്മൾ വളർന്നതുപോലെ ഞാനൊക്കെ 5 കിലോമീറ്റർ നടന്ന സ്കൂളിൽ പോയി, എനിക്കും അങ്ങനെ പോയാൽ മതി നടക്കുമോ? ഇല്ലല്ലോ. അപ്പോൾ നമ്മൾ വളർന്നതുപോലെ വളർത്താന്നുള്ള അബദ്ധമാണ്. കാലഘട്ടം ഒരുപാട് മാറിയിട്ടുണ്ട്, മീഡിയകളുടെ ഉപയോഗം വർദ്ധിച്ചിട്ടുണ്ട്. എനിക്കൊന്നും എൻ്റെ പ്രായത്തിൽ ഒരു കാലത്തും ഫോൺ ഉണ്ടായിട്ടില്ല, ഈ അത് ഉപയോഗിക്കണ്ട എന്ന് പറഞ്ഞാൽ സാധ്യമല്ല. മീഡിയകൾ എങ്ങനെയെന്നുള്ളത് ഞാൻ സമയം ഉണ്ടെങ്കിൽ അവസാനത്ത് പറയും. നോക്കൂ, ഒന്നതാണ്. രണ്ടാമത്തെ കാര്യം എന്താ? മറ്റുള്ളവർ വളർത്തുന്നത് കണ്ട് വളർത്തും. അത് ഭയങ്കര വിറ്റാട്ടോ. നമ്മുടെ കുട്ടിക്ക് എനിക്ക് കപ്പാസിറ്റി ഉണ്ടോ നോക്കൂല, അങ്ങോട്ട് കൊണ്ടുപോയി ചേർത്തു. എവിടെ? ഓനെവിടെ ചേർത്തി? അവിടെ തന്നെ ആയിക്കോട്ടെ. ഇളച്ചിൻ്റെ കുട്ടി എവിടെ വെച്ചാൽ അവിടെ തന്നെ, അലോക്കാരൻ്റെ കുട്ടി എവിടെ വെച്ചാൽ അവിടെ തന്നെ. ഇപ്പോൾ ഇവിടെ തിബിഷോറും തിബിയാനുണ്ട്, രണ്ടും രണ്ടാണ്. കുട്ടികൾ അവിടെ തിബിയാനിൽ ചേർത്തിരിക്കണമെന്ന് പറയാം. തിബിഷോർ എന്ന് പറഞ്ഞാൽ 2 വർഷത്തെ കോഴ്സാണ്, വളരെ കുറഞ്ഞ ഭാഗം മാത്രമേ ഇത് കൊടുക്കുള്ളൂ. തിബിയാനിൽ 3 വർഷം കഴിയുമ്പോൾ കുട്ടി ഒരുപാട് കാര്യങ്ങൾ പഠിക്കും. നമ്മുടെ കുട്ടികളെ കൊണ്ടായിട്ട് ഒന്നല്ല, ഒരു ഡസണല്ല, അതിലേറെ കണക്കിന് കേസുകൾ നമുക്ക് പറയാൻ പറ്റും. സാധാ സ്കൂളിൽ കൊണ്ടുപോയി ചേർത്തിയപ്പോൾ അവിടുത്തെ ആളുകൾ പറഞ്ഞേ ഇവിടെ 1-ാം ക്ലാസ്സിൽ ഇരിക്കണം, അല്ലാതെ പറ്റൂലാറും. ഏത് ക്ലാസ് എവിടെ പഠിച്ചിട്ടും കാര്യമില്ല, 1-ാം ക്ലാസ്സിൽ ഇരിക്കണം എന്നാണ്. പലതും പറഞ്ഞു നോക്കി, പറ്റൂലാറും. ഇംഗ്ലീഷ് മീഡിയങ്ങളിൽ ചേർത്തി. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം നമ്മളെ കാളികാവ് അലബാമ പറഞ്ഞ ഇംഗ്ലീഷ് മീഡിയം ഇൻ്റർനാഷണൽ സ്കൂളാണ്. അവിടെ തിപ്പിയാനെന്ന് കഴിഞ്ഞാൽ കുട്ടീനെ അവിടെ കൊടുത്ത് ചേർത്തിയിട്ട് ഇവർ പറഞ്ഞു അവിടുത്തെ പരീക്ഷ എഴുതാൻ അങ്ങോട്ടാക്കണം. പരീക്ഷ എഴുതി തീരുമാനിച്ചു 1-ക്കല്ല 2-ക്കാ കുട്ടീനെ ഇരുത്തിയത്. അപ്പോൾ ഞാൻ പറഞ്ഞത് ഇത് 2-2ആണ്. നമുക്ക് നല്ല ബോധം ഉണ്ടാവണം. ഈ തിപ്ഷോർ എന്ന് പറഞ്ഞാൽ വളരെ 2 വർഷത്തിനിടയിൽ വളരെ കുറഞ്ഞ ഡ്യൂറേഷനിൽ കൊടുക്കുന്ന കുറച്ച് കാര്യങ്ങളാണ്, കുറച്ച് ഭാഗങ്ങളാണ് അതിൽ കവർ ചെയ്യുന്നത്. കിട്ടുന്നത് കറക്റ്റായിട്ട് കിട്ടുക എന്നല്ല. തിബിയാൻ എന്ന് പറഞ്ഞാൽ 3 വർഷത്തിനുള്ളതാണ്. അതിലൊരുപാട് കാര്യങ്ങൾ എന്ത് ചെയ്യും, ഇൻക്ലൂഡ് ആവും. ഒരുപാട് കാര്യങ്ങൾ ഇവിടെ വിശദമായുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് അതിൽ കൊടുക്കും. ഇത് രണ്ടും മനസ്സിലാക്കാൻ വേണ്ടി. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതാണ്, മറ്റുള്ളവർ വളർത്തുന്നത് കണ്ട് വളർത്തുക എന്നുള്ളതാണ്. ഭയങ്കര വിറ്റാണ്. നിങ്ങൾ പെണ്ണുങ്ങൾ ചോറ് കൊടുക്കണുണ്ടില്ല, കാണണോ? പെണ്ണുങ്ങൾ ചോറ് കൊടുക്കുമ്പോൾ ഒരു വലിയ കുണ്ടമ്പിഞ്ഞാൻ എടുക്കും, എന്നിട്ട് അതിലോട്ട് കുഴച്ചിട്ട് ഇങ്ങോട്ട് ഉടച്ചിട്ടുണ്ട് അങ്ങോട്ട് തിരികെ കൊടുക്കുക. എന്താ ഇതൊക്കെ പാടെ കൊടുക്കണ്ടേ ഞാനൊരു കാര്യം ഉണ്ടാവില്ല. കാരണം ആ കുട്ടി എത്രങ്ങാനാ തിന്നു, ഇതൊന്നും തിന്നൂലേ. ഇളച്ചിൻ്റെ കുട്ടി അല്ലെങ്കിൽ മൂത്തച്ഛൻ്റെ കുട്ടി, ആ കുട്ടീനെ നോക്കിയിട്ട് അതിന് തിന്നാൻ കൊടുക്കുക. ഇത് 2 എഞ്ചിനാണ്, 2 സാധനമാണ്. ഇതും ബോധം ഉണ്ടാവില്ല നമുക്ക്. അപ്പോൾ മറ്റുള്ളവർ വളർത്തുന്നത് കണ്ട് വളർത്തുക എന്നുള്ള രണ്ടാമത്തെ. മൂന്നാമത്തത് നമ്മളിങ്ങനെ പറഞ്ഞു പോയാൽ മതിയാവും ഞാൻ വിശ്വസിക്കുന്നു. ശരിക്കും ഇതിൽ ഓരോന്നിനും ഉദാഹരണം പറയേണ്ടതാണ്. മൂന്നാമത്തെ കാര്യം എന്താ അറിയോ? മൂന്നാമത്തെ ഭയങ്കര രസം, കുട്ടിയുടെ ഇഷ്ടം പോലെ വളർത്തുക. കുട്ടീൻ്റെ ഇഷ്ടം പോലെ വളർത്തുക. കുട്ടിക്കറിയില്ല എങ്ങനെ പെരുമാറണം, എന്ത് ചെയ്യണം എന്നില്ല. കുട്ടികൾ പെരുമാറുമ്പോൾ തെറ്റിപ്പോകുന്നതാണ്, തെറ്റി പെരുമാറുന്നതല്ല. ഇവർക്ക് അറിയില്ല ഓരോ സിറ്റുവേഷനിൽ എന്താ ചെയ്യേണ്ടത്. അപ്പോൾ കുട്ടി ചെയ്യുന്ന ഒരു പെരുമാറ്റത്തെ അതാണ് ശരി എന്ന് മനസ്സിലാക്കി അങ്ങനെ വളർത്താൻ ശ്രമിക്കും. ഉദാഹരണം, രാവിലെ എണീക്കുമ്പോൾ അവനൊരു കരച്ചിലാണ്. ഞാൻ അനുഭവിച്ചൊരു സംഭവം പറഞ്ഞു. എനിക്ക് എൻ്റെ മോൾ ഇതേമാതിരി 3 വയസ്സ് 2.5-3 വയസ്സാണ് സമയത്ത് സുബൈക്ക് എണീറ്റ് കഴിഞ്ഞപ്പോൾ ഭയങ്കര കരച്ചിൽ കരഞ്ഞിട്ട് ഭയങ്കര കരച്ചിൽ. അപ്പോൾ ഓരോരുത്തരാളിങ്ങനെ കൈ തട്ടി കാല് തട്ടി കിടക്കണം. ആളവിടുന്ന് പോകുന്ന അവൾ അറിയും ചെയ്യും, ഉണരുകയും ചെയ്യും, കരയും ചെയ്യും. അന്ന് തറവാട്ടിൽ നിൽക്കണ കാലം. വാപ്പ വന്ന് ചോദിക്കും എന്താ കുട്ടിക്ക് പറ്റിയേ, ഉമ്മ ചോദിക്കും എന്തിനാ കുട്ടി കരയണത്, അലക്കാർ ചോദിക്കും എന്തിനാ മോള് കരഞ്ഞിനി രാവിലെ തന്നെ, ആജാതി കരച്ചിലാ കരയാ. അപ്പോൾ നമ്മൾ ഈ സൈക്കോളജി കയറി ഇങ്ങനെ നടക്കണ ആണല്ലോ, ഇതൊന്നും തീരുമാനമാക്കണല്ലോ, നമ്മളെ പേരിൽ നടക്കണമല്ലോ. അപ്പം ഞാൻ പറഞ്ഞു പെണ്ണുങ്ങളോട്, ഉമ്മനോടൊക്കെ തലേന്ന് തന്നെ പറഞ്ഞു രാവിലെ കരച്ചിൽ കേൾക്കും, ആരും ഇങ്ങോട്ട് പോകണ്ട എന്ന് പറഞ്ഞ് സെറ്റാക്കി വെച്ചു ഉമ്മാനിപ്പാനി. രാവിലെ എണീറ്റിട്ട് പെണ്ണുങ്ങളോട് പറഞ്ഞു പോയിക്കോറണം. ഞാനും എണീറ്റ് പോന്നു. ഇപ്പോൾ ഭയങ്കര കരച്ചിലിട്ടോ, കരഞ്ഞ് ക്ഷീണിച്ച് ഉറങ്ങിപ്പോയി. 2-ാമത്തെ ദിവസം എണീറ്റു, അപ്പോൾ അതിന് കരച്ചിൽ നിൽക്കൊന്നുമില്ല, ഉറങ്ങിപ്പോയി. 3-ാമത്തെ ദിവസമായപ്പോൾ കരച്ചിൽ കുറച്ച് ഊക്ക് കുറഞ്ഞ്, പഴയ ഊക്കില്ല. 4-ാമത്തെ ദിവസമായപ്പോൾ അതിന് കരയേണ്ട ടൈം കുറേ കുറഞ്ഞ്. 5-6 ദിവസമായപ്പോൾ കരച്ചിൽ മൊത്തത്തിൽ നിരങ്ങലും മുളലായി മാറി. മനസ്സിലായി നമുക്ക്? ഇതാണ് നമ്മൾ പലപ്പോഴും പറയാം, ഓക്കെ എന്താണ് രാവിലെ നീച്ചുമ്പോൾ ഒരു കരച്ചിലാണ്, ഒരു വാശിയാണ്, മറ്റേതാ. ചില രക്ഷിതാക്കൾ പറയുന്നത് ഓക്ക് എന്താ പച്ചക്കറി തീരെ പറ്റൂല, ഇറച്ചി തൊട്ട് നോക്കൂല, മീനെ തീരെ തിന്നൂല, ഇങ്ങനെ ഒരു സ്വഭാവം കുട്ടിക്കില്ല. സകല സ്വഭാവവും രക്ഷിതാക്കളേക്കെന്ന് കിട്ടുന്ന
മക്കൾ കേടുവരുന്നതിൽ രക്ഷിതാക്കൾക്ക് പങ്കുണ്ട് എന്നല്ല നബി ഞങ്ങൾ പറഞ്ഞത്. ദാസനിസ്റ്റ് അവിടെ ഇരിക്കണ്ടല്ലോ, കുല്ലു മൗലൂദിന് യൂലദു അലൽ ഫിത്ര, ശുദ്ധ പ്രകൃതിയിലാണ് ജനിച്ചു വീഴുന്നത്. എന്നിട്ട് എന്താ പറഞ്ഞത്? ഫബവാഹുലെ യുവഹിദാൻ യുനസ്സിറ എന്നാണ് പറഞ്ഞത്. മാതാപിതാക്കളാണ് അവരെ മോശമായ ചിന്താഗതികളിലേക്ക് കൊണ്ടുപോകുന്നതെന്നാണ് പറഞ്ഞത്. അപ്പോൾ വളരെ ഗൗരവത്തിൽ കാണേണ്ടതാണിത്. അതുകൊണ്ട് അവർ ചൈനീസ് പഴമൊഴിയിൽ കാണാൻ പറ്റും, ഒരു പർവ്വതത്തെ ഒരു സ്ഥലത്ത് നിന്ന് മാറ്റി വെക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് അല്ലേ, ഒരു മലയെ മാറ്റി വെക്കുക എന്നുള്ളത്. എന്നാൽ അതിനേക്കാൾ പ്രയാസമുള്ളതാണ് ഒരു മകനെ നന്നായി വളർത്തുക എന്നുള്ളത്, ഒരു മോനെ നന്നായിട്ട് മോളെ നന്നായിട്ട് വളർത്തുക എന്നുള്ളത്. അതിന് നമ്മൾ നന്നായിട്ട് വളരണം. അപ്പോൾ ഞാൻ ഓർമ്മപ്പെടുത്തിയത് നാലാമത്തെ കൂടി പറയുന്നു, നമ്മുടെ ഇഷ്ടം, കുട്ടിയുടെ ഇഷ്ടം പോലെ വളർത്തുക എന്നുള്ളത്. അപ്പോഴാണ് കുട്ടികൾ പറയുക 5ാം ക്ലാസ്സിൽ എല്ലാവരും മദ്രസ നിർത്തിക്കണം, ഞാനും നിർത്തുകയാണ്. അപ്പോൾ പാപ്പ പറയും എല്ലാവരും നിർത്തിക്കണം, എന്താ വെച്ചാൽ നിർത്തിക്കളാ, ഇയാൾക്ക് പ്രത്യേകിച്ച് കാഴ്ചപ്പാടൊന്നുമില്ല, എൻ്റെ കുട്ടി എന്ത് പഠിക്കണം എത്ര പഠിക്കണം എന്നില്ല. അപ്പോൾ എല്ലാവർക്കും മറ്റേതുണ്ട് എനിക്കും വേണം, എല്ലാവർക്കും സൈക്കിള് ഗിയറുണ്ട് മറ്റേതുണ്ട് എനിക്കും വേണം. ഇതനുസരിച്ച് അതിന് ചിലപ്പോഴും പല രക്ഷിതാക്കളും കുട്ടികൾക്ക് വേണ്ടത് സെറ്റ് ചെയ്ത് കൊടുക്കുക. നാലാമത്തതുണ്ട് ഏത്? നമ്മുടെ സ്വയം ബുദ്ധിയും യുക്തിയും. ഇതും കൂടി ആയ തീരുമാനമായി. നാലാതാ, പഠിച്ചിട്ടൊന്നുമല്ല അറിഞ്ഞിട്ടുമല്ല, നമ്മുടെ സ്വയം ബുദ്ധി യുക്തി അനുസരിച്ചാണ്. അതെങ്ങനെയാ? പെണ്ണുങ്ങൾ പറയും മനുഷ്യ നിങ്ങളെ പേടിയില്ലാത്തതുകൊണ്ടാണ്, 2 അടിയാണ് കൊടുത്തളി അറിയും. അപ്പോൾ നമ്മളൊന്നും ഉസാറാ, ഒരു വടിയൊക്കെ എടുത്തിട്ട് 4 പൊട്ടിച്ച് നോക്കാൻ തീരുമാനിച്ചാണ്, 2 ഒച്ചട്ട് നോക്കുക, എന്താ ശരിയാവുമെന്ന് കരുതുകയാണ്. ബുദ്ധിയുക്തിയും കുട്ടിയുടെ നമ്മുടെ സ്വയം ബുദ്ധിയുക്തി അനുസരിച്ച് വളർത്തുക. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഇങ്ങനെ 4 രീതിയിലാണ് കുട്ടികളോട് പെരുമാറുന്നത്. ഇതിലൊക്കെയും നമ്മൾ പഠിക്കേണ്ടതും ഇടപെടേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ പ്രധാനമായിട്ടുണ്ട്. കുട്ടികളെ വളർത്തുന്നിടത്ത് ഏറ്റവും പ്രധാനപ്പെട്ട പോയിൻ്റാണ് ഞാൻ ആദ്യം പറഞ്ഞത്, അവരുടെ നല്ല ശീലങ്ങളെ വളർത്തുക, മോശം ശീലങ്ങളെ ഇല്ലാതാക്കുക. നല്ല ശീലങ്ങളെ വളർത്താനുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. നമ്മൾ എന്ത് ചെയ്യണം? നല്ല ശീലങ്ങൾ കുട്ടികൾ നമ്മളിൽ നിന്ന് കാണണം, അതിന് നിരന്തരം കാണാനുള്ള അവസരങ്ങൾ ഉണ്ടാവണം. അതുപോലെ തന്നെ നല്ല നല്ല സ്ഥലങ്ങളിൽ കുട്ടികളെ കൊണ്ടുപോകണം. ടൂറ് കൊണ്ടുപോയിട്ടില്ല കുട്ടികളെ ഇല്ലേ? ഉണ്ടല്ലേ? ടൂർ കൊണ്ടില്ലേ? മനുഷ്യന്മാർ കഷ്ടപ്പെടുന്നവർക്ക് എവിടെയെങ്കിലും കുട്ടികളെ കൊണ്ടുപോയിക്കണോ? കാണിച്ചു കൊടുക്കണം കുട്ടികൾക്ക്. നമ്മൾ 10 വയസ്സ് കേൾക്കുന്നതിന് ഉപകാരപ്പെടുന്നത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിലുണ്ടല്ലോ എപ്പറസി എന്ന കുഷ്ഠരോഗ ഹോസ്പിറ്റൽ, പറ്റുകയാണെങ്കിൽ ഒന്ന് കൊണ്ടുപോകണം. ആരെങ്കിലും പോയിട്ടുണ്ടോ? എവിടെ പല സാധനങ്ങളുണ്ട്, പല സ്ഥലത്തും കൊണ്ടുപോകണം. നിങ്ങൾ ഒന്നും കൊണ്ടുപോകണ്ട. പോകുമ്പോൾ ആ താഴ്ന്ന് കുറച്ച് 2 പാക്കറ്റ് മിഠായി വാങ്ങിയാൽ മതി. ഈ 2 മിഠായി ഇറ്റങ്ങളെ കയ്യിൽ വെച്ചു കൊടുത്താൽ ഈ സാധുക്കളെ കണ്ണെന്ന് ഇങ്ങനെ വെള്ളമൊലിക്കണേ കാണാം. 6 മക്കളെ പെറ്റുപോറ്റിയ ഉമ്മ ഉണ്ട് അവിടെ കിടക്കണ. നിങ്ങൾക്ക് 7 മക്കൾക്ക് ജന്മം നൽകിയ ബാപ്പുണ്ട് അവിടെ. കഴിഞ്ഞ 1 വർഷം മുമ്പുള്ള കണക്കാണ് ഞാനീ പറയുന്നത്. അങ്ങനെ കിടക്കുന്ന മനുഷ്യന്മാരുണ്ട്. അവർക്കൊക്കെ നമ്മളെപ്പോലെ ഒരുപാട് മോഹങ്ങളും സ്വപ്നങ്ങളുണ്ട്. നമ്മളൊക്കെ എത്ര സ്നേഹിച്ച് മോഹിച്ച കുട്ടികളെ വളർത്തുന്നത്. ഇന്ന് രാവിലെ കുറച്ച് സമയം വീട്ടിൽ ചിലവഴിക്കാൻ സമയം കിട്ടിയപ്പോൾ ഞാൻ ഇന്ന് ഭാര്യനോട് അടുക്കളയിൽ പോയപ്പോൾ പറഞ്ഞു, ഓനെ വിളിക്കലിട്ട പറഞ്ഞു. 1.5 വയസ്സുള്ള കുട്ടിയുണ്ട്, ഓനെ വിളിക്കലിട്ട പറഞ്ഞു. ഓള് പോയി വെക്കും എല്ലാം ഞാൻ പിന്നെ ഉണപ്പടൻ്റെ നെഞ്ചത്ത് ഇങ്ങനെ കടത്തി കുട്ടീനെ. അപ്പം ഞാൻ അങ്ങനെ കടന്ന് ആലോചിച്ചെന്താ അറിയോ, നമുക്കൊരുപാട് മോഹങ്ങളും സ്വപ്നങ്ങളും. ഓനെ കുറച്ചു നേരം കളിപ്പിക്കാനുള്ള ആഗ്രഹം കൊണ്ട് താല്പര്യം കൊണ്ടാണ് ഞാനങ്ങനെ ചെയ്യുന്നത്. ആലോചിച്ച് നമ്മളൊക്കെ നമ്മുടെ കുട്ടികളെ നെഞ്ചത്ത് കടത്തിയിട്ടില്ലേ? അല്ലേ? നിങ്ങൾ കടത്തിയിട്ടില്ലേ? ഓരോ വാപ്പാരും കടത്തിയിട്ടില്ലേ? അങ്ങനെ കടത്തിയല്ലേ മക്കൾ നമ്മൾ വലുതാക്കണത്. പിന്നെ എങ്ങനെയാണ് കുട്ടികൾ ഇങ്ങനെ മാറിപ്പോണത്? ഇവിടെ പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട 2-3 കാര്യങ്ങളുണ്ട്. അതാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. ഈ മാറ്റത്തിൻ്റെ പ്രധാന കാരണം എന്താ വെച്ചാൽ, കുട്ടികളിൽ അവരുടെ ആത്മബന്ധത്തെ വളർത്താൻ നമുക്ക് കഴിയാതെ പോകുന്നുള്ളതാണ്.